സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് FM-ന്റെ ഈ സ്റ്റുഡിയോ റൊമാൻറ്റിക്ക. കാരണം ഇത് ലവ് ബൈറ്റ്സ് ആണ്. റീനുവിൻ്റെയും റഹ്മാന്റെയും കൂടെ. ഇവിടേക്ക് ആദിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റഹ്മാൻ, ക്വസ്റ്റ്യൻ ഇതാണ്: ആദിലൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു. ഇപ്പോൾ അവനെ റിജക്റ്റ് ചെയ്തു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. അതിൽ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ എത്ര ഡ്യൂറേഷൻ ആയിരുന്നു ഈ അവള് പുറകെ നടക്കുന്നത് എനിക്കറിയില്ല. എന്നാലും ഐ തിങ്ക് ഇഫ് ഷീ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദ റിലേഷൻഷിപ്പ്, യു ജസ്റ്റ് ഹാവ് ടു മൂവ് ഓൺ ആൻഡ് ക്യാരി ഓൺ വിത്ത് യുവർ ലൈഫ്. ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് യു നോട്ട് ഫോഴ്സ് ലവ്. ഇറ്റ് ഹാസ് ടു കം വിത്ത് ബോത്ത് സൈഡ്സ്. ഇത് ആദിലിന് മാത്രമല്ല, നമ്മൾ പലർക്കും ഉള്ള ഒരു മറുപടിയാ. നമുക്കൊരിക്കലും പ്രണയം ഒരാളെ കൊണ്ട് തോന്നിപ്പിക്കാൻ പറ്റില്ല. അതയക്ക് ഉള്ളിൽ നിന്ന് തന്നെ തോന്നണം. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ സമയം എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത്? കേട്ടോണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. റീനുവിന്റെയും റഹ്മാന്റെയും കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. വെൽക്കം ബാക്ക് ടു ക്ലബ് FM ആൻഡ് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു ആണ്, എൻ്റെ കൂടെയുണ്ട് റഹ്മാൻ. നമുക്ക് കുറച്ച് സങ്കടമുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമീന ഒരു ആൺകുട്ടിയായിട്ട് 2 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷെ കുറച്ച് നാളായിട്ട് അവനവളെ വിളിക്കുന്നില്ല, അവളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവളുടെ ഇപ്പോഴത്തെ സംശയം എന്ന് വെച്ചാൽ അവൻ്റെ പിന്നാലെ പോകണമെന്നാണ്. Namina, I think you should study and forget about all this going behind stuff, and there is so much ahead of you in the life. So I think the best option is oralam thanne mind cheyyunnillengil the best thing is you also should carry on forward, because if you are young, ipo padichondirikkunna samayyanengil padiche padithathilekku shraddhikka. That's the only advice I can give you. True Namina, നമ്മളെ വേണ്ടാത്തവരെ നമുക്കെന്തിനാ? നമുക്ക് വാല്യൂ തരാത്തവരുടെ പിന്നാലെ നമ്മൾ സമയം കളയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോ എത്തിയിരിക്കുന്ന ആരാന്നറിയോ? കുറച്ച് പാട്ടാ. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റീനുവും റഹ്മാനും ഇവിടെ തന്നെ കാണും. ബെസ്റ്റ് ഫ്രണ്ടിനെ എന്തെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഈ ചോദ്യം റീനു ചോദിക്കുന്നത് റഹ്മാന്റെ അടുത്താ. ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രണയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ലൈക്ക് മൈ ഫ്രണ്ട്സ് ഹാവ് ഫാളൻ ഇൻ ലവ് വിത്ത് ദിയർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ കോൺസെപ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? ബെസ്റ്റ് ഫ്രണ്ട് പ്രണയിക്കുന്നത് നല്ല കോൺസെപ്റ്റ്, ബിക്കോസ് ഇഫ് ഇറ്റ് ഇസ് എ ബോയ് ഗേൾ റിലേഷൻഷിപ്പ്, ദർ ഇസ് ഓൾവേസ് ഒരു അട്രാക്ഷൻ. സോ അങ്ങനെ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് അത് അല്പനേരത്തിനേ ഉള്ളൂ. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഫോളോ ഇൻ ലവ്, ബിക്കോസ് ബോത്ത് ആർ കംഫർട്ടബിൾ ഇല്ലേ ടു ബി ടുഗെദർ. സോ അത് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് പ്യൂർലി ലവ്. ഒരു പക്ഷെ അവർ കമ്മിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. റഹ്മാന്റെ അടുത്ത് റീനു ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. ഉണ്ണി ലവ് ബൈറ്റ്സിലേക്ക് എടുത്ത് ചോദിച്ചിരിക്കുക, അവനവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടമാണ്, തുറന്നു പറയണമെന്ന് പേടിയാ? ധൈര്യത്തോടെ പറയണം that I love you. ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രമല്ല, ആരോടൊക്കെ പ്രണയമുണ്ടോ അതൊക്കെ തുറന്നു പറയണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ്. റീനുവിന്റെയും റഹ്മാന്റെയും കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ഒരുപാട് പ്രണയ ഗാനങ്ങളിൽ അഭിനയിച്ച പ്രണയ സിനിമയിലെ നായകനാണ് ഇന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ കൂടെ ഇത്രയേ നേരം ഉണ്ടായിരുന്നത്. പ്രണയം എന്നാലോചിക്കുമ്പോ റഹ്മാന്റെ മനസ്സിലേക്ക് വരുന്ന ആ പാട്ട് ഏതാ? പൂങ്കാറ്റിനോട്. അതൊന്ന് പാടൂ. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ എന്ന് പാടിക്കൊണ്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിന്ന് റഹ്മാൻ ടാറ്റാ ബൈ പറയുകയാണ്. ഞാൻ റീനു പോവാ. പക്ഷെ നാളെ രാത്രി 10 മണിക്ക് തിരിച്ചു വരും കേട്ടോ, ഒരു കപ്പിളുമായിട്ട്. Till then, take care, good night and keep loving.